വെള്ളിയാഴ്ചയും ഖതീബ് നിങ്ങളെ ഓർമ്മപ്പെടുത്താറില്ലേ? നിങ്ങളോട് പ്രസംഗിക്കാറില്ലേ? എന്താണ് എല്ലാ നിസ്കാരത്തിലും വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിൽ ഖതീബ് മാറിയാലും ഇമാമ് മാറിയാലും പള്ളി മാറിയാലും മാറാത്തൊരു ആയത്തുണ്ട്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അല്ലാഹ്, ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട്, ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് എത്ര കാലമായി ഈ ആയത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ ഇത് മാത്രം എന്താണ് ഇങ്ങനെ ഓതുന്നത്, ഇതെന്താണ് ഇങ്ങനെ ഉറക്കെ ഓതുന്നത്? സാധാരണ പകൽ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊക്കെ പതുക്കെ ഓതുമ്പോ ഈ വെള്ളിയാഴ്ച നിസ്കാരത്തില് അതുപോലെ പെരുന്നാൾ നിസ്കാരത്തില് ഈ സൂറത്ത് ഇങ്ങനെ ഉറക്കെ ഓതുന്നതെന്താ? ഈ ആയത്ത് ഉറക്കെ ഓതുന്നതെന്താ? കഴിഞ്ഞ കൊല്ലത്തെ ഇമാമും ഇങ്ങനെയാണല്ലോ, മറ്റേ പള്ളിയിലും ഇങ്ങനെയാണല്ലോ. ഖുർആനിൽ വേറെ സൂറത്തുകളില്ലയോ, ആയത്തുകളില്ലയോ? ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ റമദാനാണ് വരുന്നത്. റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് നോൽക്കൽ മാത്രമല്ല, നിസ്കരിക്കൽ മാത്രമല്ല. നിസ്കാരം എല്ലാ മാസത്തിലും ഉണ്ട്, നോമ്പ് എല്ലാ മാസത്തിലും ഉണ്ട്, സദക്ക എല്ലാ മാസത്തിലുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് റമദാനിൽ മാത്രം ചെയ്തൊരു അമലുണ്ട്. അതെന്താണെന്നറിയോ? കാന യുദാരിസുൽ ഖുർആൻ, ഖുർആൻ പഠനം നടത്തല. എല്ലാ മാസവും ഖുർആൻ ഓതാറുണ്ട്, എല്ലാ ദിവസവും ഖുർആൻ ഓതാറുണ്ട്. പക്ഷെ റമദാനിൽ മാത്രമായി തങ്ങൾ ചെയ്തിരുന്നത് ഖുർആൻ ഓതലല്ല, ഖുർആൻ മുദാറസത്ത് നടത്തല, പഠനം നടത്തല. അല്ലേ, അതുവരേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്ത ഖുർആൻ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നു. മുത്തുനബി ഓതിക്കൊടുത്ത് ജിബ്രീൽ കേൾക്കുന്നു, അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു, സ്വഹാബത്ത് പഠനം നടത്തുന്നു. ഞാൻ ചോദിക്കുന്നു, 60, 70, 80 കൊല്ലം എത്ര റമദാന് കഴിഞ്ഞു പോയി? ഇന്ന് വരെ ഒരു റമദാനിലെങ്കിലും വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം, ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം പഠിക്കണം, ഖുർആനിന്റെ അഹ്കാമുകൾ പഠിക്കണം, ഖുർആൻ പറഞ്ഞ ചരിത്രം പഠിക്കണം, ഖുർആനിന്റെ പ്രത്യേകതകൾ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ റമദാനിലെങ്കിലും നിങ്ങൾ ഓർത്തോളോ, ഹബീബായ തങ്ങള് മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാതെ റമദാൻ മാസത്തിൽ മാത്രം ചെയ്തിരുന്ന പരിപാടി ഈ ഖുർആനിന്റെ പഠനമാണേ, ആശയ പഠനമാണേ. എന്തേ നിങ്ങൾക്ക് പഠിച്ചൂടെ? പള്ളികളിൽ ഉസ്താദുമാരില്ലേ, എന്തും പഠിക്കാൻ സൗകര്യമില്ലേ? എന്നാൽ മോനെ, നീ ചോദിച്ചിട്ടുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും എന്താണ് ഈ ആയത്ത് ഓതുന്നത്? ഫദക്കിർ, നബിയേ നിങ്ങൾ ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അല്ലാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ആഖിറത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, നരകത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, മുത്തുനബിയെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഭാവി ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അല്ലാഹു തന്ന നിഅമത്തിനെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ആരോഗ്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇന്നമാ അൻത മുദക്കിർ, തങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടയാളാണ്, പണ്ഡിതന്മാരിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ആളാണ്. ലസ്ത അലൈഹിം ബിമുസ്വൈ
മുസ്തൈത്തിരിൻ, ആരെയും നിർബന്ധിക്കണ്ട, നിർബന്ധിച്ചു മതപരിവർത്തനം നടത്തണ്ട, നിർബന്ധിച്ചു നിസ്കരിപ്പിക്കണ്ട, നിർബന്ധിച്ചു നോമ്പെടുപ്പിക്കണ്ട, ആരെയും മതത്തിൽ നിർബന്ധിപ്പിക്കണ്ട. പക്ഷേ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, ഇല്ലമൻ തവല്ലാ വകഫറ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദബൽ അക്ബർ. നബിയേ, ബോധമുള്ള പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ട്, മുത്തുനബിനെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട്, ആഖിറത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട്, നരകത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട്, മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട്, വകഫറ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദബൽ അക്ബർ. എന്ത് മരണം, എന്ത് ഖബർ, എന്ത് മഹ്ശറ, എന്ത് നരകം, എന്ത് സ്വർഗം, അതുകൊണ്ടൊക്കെ എന്താ? നിസ്കരിച്ചില്ലെങ്കിൽ എന്താ? പണ്ഡിതന്മാര് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ?